പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ദൈവജന ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും എന്ന് നാം ഇവിടെ വായിക്കുന്നു. പ്രിയ കർത്താവിൻ്റെ സ്വർഗീയ സാന്നിധ്യവും സഹിത്വവും അനുഭവിക്കുന്ന ദൈവജനം എല്ലാവരും സന്തോഷമുള്ളവരായിരിക്കുന്നല്ലോ അല്ലേ? സുഖത്തോടെ ഇരിക്കുന്നല്ലോ. ഇന്നലകളിൽ കേട്ട വചനങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിന് വിടുതലായി എന്ന് വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ വായിച്ചു കേട്ട ദൈവവചനത്തിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത ആലോചന അതിനകത്തുണ്ട്. മനുഷ്യരല്ലേ, ആകുല ചിന്തകളൊക്കെ ഉണ്ടാകും അല്ലേ? എന്തെല്ലാം മാനസികമായ പിറുപിറുപ്പുകളും ആവലാതികളൊക്കെ ഉണ്ടാകും. പത്രോസും പറഞ്ഞല്ലോ, നിങ്ങളുടെ സകല ആകുല ചിന്താകുലകൾ അല്ലേ, ആകുല ചിന്തകൾ എല്ലാം ഇട്ടുകൂടാ. ആകുലങ്ങളുണ്ട്, ചിന്തകളുണ്ട്. തക്ക സമയത്ത് നമ്മളെ ഉയർത്തേണ്ടതിന് ബലമുള്ള കൈകഴുത്താണിരിക്കണമെന്നാണ് അല്ലേ? അപ്പോൾ ദൈവം നമ്മളോട് അരുളി ചെയ്തൊക്കെ നിവർത്തിക്കും നിശ്ചയമായിട്ട്. ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. യാക്കോബ് ഒറ്റപ്പെട്ടില്ലേ കുടുംബത്തിൽ നിന്ന്, പക്ഷേ ദൈവം കൈവിട്ടോ? ദൈവം കൈവിടത്തില്ല. അതുകൊണ്ട് കർത്താവ്, ഞാൻ നിന്നെ കൈവിടാതെ, ഞാൻ നിന്നെ കൈവിടുകയില്ല കേട്ടോ. ആരെല്ലാം കൈവിട്ടാലും, മനുഷ്യരൊക്കെ എത്രയോ പേര് നമ്മളെ കൈവിട്ടിരിക്കുന്നു അല്ലേ? നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞു, നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു, നമ്മളെ കരുതുന്നു എന്ന് പറഞ്ഞു, എന്തെല്ലാം വാഗ്ദാനങ്ങൾ പറഞ്ഞവരുണ്ട്. അവരെ കൈവിട്ടില്ലേ? അവരുടെയൊക്കെ വാക്കല്ലേ മാറ്റാൻ പറ്റുള്ളൂ, വേറെ എന്തെങ്കിലും മാറ്റാൻ പറ്റുമോ? അതുകൊണ്ട് അവരൊക്കെ മനുഷ്യരല്ലേ, ഈ ലോകത്ത് ജീവിക്കുന്നവരല്ലേ. അപ്പം നമ്മളാണെങ്കിൽ പോലും ചിലപ്പോൾ ചില സാഹചര്യത്തിൽ അല്ലേ, അത് പറ്റത്തില്ല എന്നെ കൊണ്ട് കേട്ടോ എന്ന് പറയാറുണ്ട്. അങ്ങനെയാണ് മനുഷ്യരെല്ലാം. പക്ഷേ കർത്താവിന് മാത്രമേ എന്നെ കൊണ്ട് കഴിയുമെന്ന് പറയത്തുള്ളൂ അല്ലേ? കർത്താവ്, ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ നിന്നെ കൈവിടത്തില്ല, എന്നോട് കൂടെയാണ്. നിന്നോട് അരുളി ചെയ്തത് എന്തൊക്കെയാണ് അരുളി ചെയ്തത്? അരുളി ചെയ്തതെല്ലാം കേട്ടിട്ടുണ്ടോ? ചെവിയെ കേട്ട അരുളപ്പാടുകളെക്കുറിച്ചൊന്ന് ഓർത്ത് സ്തോത്രം ചെയ്ത് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഇടപെട്ടത്, പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ചത്, പ്രവാചകന്മാർ വന്നപ്പോൾ ദൂത് അറിയിച്ചത് എല്ലാം ഒന്ന് വിചിന്തനം ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കും. ഇന്നിപ്പോൾ ഇന്ന ഡേറ്റിൽ, ഇന്ന മാസത്തിൽ, ഇന്ന തീയതിയിൽ ഒരു ദേവദാസം വന്നു, അല്ലെങ്കിൽ വചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കേട്ട ദൂത് ഇന്നതാണ്, അത് അരുളി ചെയ്തതാണ് കേട്ടോ. അത് നിവർത്തിച്ചു തരുന്നൊരു ദൈവം നിവർത്തിച്ചു തരും, നിവർത്തിക്കും. ഇന്ന് പകലിൽ കേട്ട ദൂത് നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമാകട്ടെ. അപ്പോൾ എന്താണ് ഇന്നത്തെ ദൂത്? നിവർത്തിച്ചു തരുന്ന ദൈവമുണ്ട്. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.